ജേക്കബ് ബദേൽ ഉയർത്തിയ വെല്ലുവിളിയെ അതിജീവിച്ചിരിക്കുകയാണ് ടീം ഇന്ത്യ. 253-7 എന്ന കൂറ്റൻ സ്കോർ നേടിയ ഇന്ത്യക്ക് കനത്ത വെല്ലുവിളിയാണ് ഇംഗ്ലണ്ട് അവസാന ഓവർ വരെ നടത്തിയത്. അവസാന 5 ഓവറുകളിൽ വരിഞ്ഞു മുറുക്കിയ ബോളിംഗ് പ്രകടനത്തിൽ തന്നെയാണ് ടീം ഇന്ത്യ മത്സരത്തിലേക്ക് തിരികെ വന്നത്. അവസാന ഓവറിൽ 30 റൺസ് വിജയിക്കാനായി വേണ്ടപ്പോൾ 246 റൺസിൽ ഇംഗ്ലണ്ടിന്റെ പോരാട്ടം അവസാനിക്കുകയായിരുന്നു. ഫിൽ സോൾട്ടിനെയും ഹാരി ബ്രൂക്കിന്റെയും വേഗത്തിൽ പുറത്തായപ്പോൾ ജോസ് ബട്ട്ലറും അടിച്ചു തകർക്കുകയായിരുന്നു. 17 പന്തിൽ 25 റൺസ് നേടിയ ബട്ട്ലറിനെ വരുൺ ചക്രവർത്തി പുറത്താക്കി ഇന്ത്യക്ക് 3ാം വിക്കറ്റ് നേടിക്കൊടുത്തു. പവർ പ്ലേ അവസാനിച്ചപ്പോൾ 68-3 എന്ന നിലയിലായിരുന്നു ഇംഗ്ലണ്ട്. ജേക്കബ് ബദേലും ടോം ബാൻഡനും അതിവേഗം സ്കോറിംഗ് നടത്തിയെങ്കിലും അക്സർ പട്ടേലിന്റെ തുടരെ 2 സിക്സർ നേടിയ ടോം ബാൻഡനെ അടുത്ത പന്തിൽ പുറത്താക്കി ബ്രേക്ക് ത്രൂ അദ്ദേഹം നേടിക്കൊടുത്തു. 5ാം വിക്കറ്റിൽ ബദേലും ജാക്സും ഇംഗ്ലണ്ടിനെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവരികയായിരുന്നു. ഇരുവരും ഇന്ത്യൻ ബൗളിങ്ങിനെ കടന്നാക്രമിച്ചപ്പോൾ 77 റൺസിന്റെ കൂട്ടുകെട്ടാണ് ഈ പാർട്ട്ണർഷിപ്പിൽ ഉണ്ടായിരുന്നത്. 14ാം ഓവറിൽ ജാക്സിനെ അർഷ്ദീപ് സിംഗ് പുറത്താക്കിയത് ഇന്ത്യക്ക് നിർണായക ബ്രേക്ക് ത്രൂ ആയി മാറിയിരുന്നു. 20 പന്തിൽ 35 റൺസാണ് ജാക്സൺ നേടിയത്. മത്സരം അവസാന 6 ഓവറിലേക്ക് കടന്നപ്പോൾ 82 റൺസായിരുന്നു. ബദേലും സാംകരനും അടുത്തടുത്ത ഓവറുകളിൽ നിന്ന് മികച്ച ഷോട്ടുകൾ കണ്ടെത്തി മുന്നേറിയപ്പോൾ ഇതിനിടെ ബദേലിന്റെ സെഞ്ചുറിക്കും ഇന്ന് വാങ്കഡെ സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചിരുന്നു. അർഷ്ദീപ് സിംഗും ജസ്പ്രീത് ബുംറയും ഹർദിക് പാണ്ഡ്യയും അവസാന ഓവറുകളിൽ തങ്ങളുടെ ബോളിംഗ് മികവ് ഒരിക്കൽ കൂടി കാട്ടിക്കൊടുത്തപ്പോൾ ഇംഗ്ലണ്ടിന്റെ പോരാട്ടം 7 റൺസ് അകലെ അവസാനിക്കുകയായിരുന്നു. നേരത്തെ ഇന്ത്യൻ ഇന്നിംഗ്സിൽ കരുത്തായി മാറിയത് ഒരിക്കൽ കൂടി മലയാളി താരം സഞ്ജു സാംസൺ ആയിരുന്നു. വെർച്വൽ ക്വാർട്ടർ ഫൈനലിൽ വിൻഡീസിനെ തകർത്തെറിഞ്ഞ അതേ ഫോമിൽ തന്നെയാണ് ഇന്ന് ഇംഗ്ലണ്ടിനെതിരെയും സഞ്ജു കളിച്ചത്. അഭിഷേക് ശർമ്മയെ നഷ്ടമായെങ്കിലും പിന്നാലെ വന്ന കിഷനുമൊത്ത് സഞ്ജു ഇന്ത്യയുടെ സ്കോറിംഗ് അതിവേഗം ഉയർത്തുക തന്നെയായിരുന്നു. ഫിയർലെസ് ഷോട്ടുകളുമായി കളനിറഞ്ഞ സഞ്ജു ഒരിക്കൽ കൂടി തന്റെ ക്ലാസ് എന്താണെന്ന് ഇന്നും ക്രിക്കറ്റ് ലോകത്തെ കാട്ടിത്തരികയായിരുന്നു. ജീവൻ മരണ പോരാട്ടങ്ങളിലെല്ലാം 2 നിർണായക ഇന്നിംഗ്സുകൾ വഴി ഇന്ത്യ ഇപ്പോൾ ഫൈനലിൽ എത്തിച്ചിരിക്കുന്നത് സഞ്ജു സാംസന്റെ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണെന്ന് നിസ്സംശയം പറയാനായി സാധിക്കും. ടീമിന് ആവശ്യമുള്ള സമയത്ത് അനുയോജ്യമായ ഇന്നിംഗ്സുകളിലൂടെ സഞ്ജു ടീം ഇന്ത്യയുടെ രക്ഷകനായി മാറുന്ന കാഴ്ചയാണ് 2 മത്സരങ്ങളിലും നാം കണ്ടത്.